എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ നിൽക്കുന്നത് രാജ്കമൽ സർക്കസിൻ്റെ കൂടാരത്തിന് അടുക്കാണ്. ഇവിടുത്തെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആനയായ സീത എന്ന ആനയുടെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ അനുസരണയോട് കൂടി ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ കൈവൊക്കെ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അനുസരണയുള്ളൊരു ആനയാണ്. ഈ ആനയുടെ പാപ്പാന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ പാപ്പാന്മാരെന്ന് പറയും, ഒരു വേറെന്താ പറയുന്നത്, മാസ്റ്റർ എന്നാണ് പറയുന്നത്, ആന മാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, സർക്കസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ വളരെയധികം ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ടി വി സീരിയലുകളാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാം അതിന് ടെക്നോളജി ഒത്തിരിയധികം വളർന്നതിൻ്റെ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ സർക്കസ് എന്ന് പറയുമ്പോൾ ശരിക്കും പച്ചയായ മനുഷ്യരുടെ പച്ചയായ പ്രകടനങ്ങളാണ്. സ്വന്തം ട്രെയിനിങ്ങിലൂടെ അതാത് ദിവസത്തിന് വേണ്ട കാര്യങ്ങൾ ആ നിമിഷത്തിൽ തന്നെ ചെയ്യേണ്ട അവസരം, ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ മാനസികമായ മറ്റ് പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ ഗ്രൗണ്ടിലെത്തിയാൽ അത് പെർഫോം ചെയ്തേ മതിയാവും. കാരണം കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സന്തോഷിപ്പിക്കൽ മാത്രമാണ് ജീവിതം. ഇത്തരം കൂടാരങ്ങളിലാണ് അവരുടെ താമസം. അവരുടെ വിശേഷങ്ങൾ, നമ്മൾ അവരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അവരാരൊക്കെയാണ്? രാജ്കമൽ സർക്കസ് എന്ന് പറഞ്ഞ് ഏകദേശം 50 വർഷത്തിലേറെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന രാജ്കമൽ സർക്കസിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊരു എത്തുനോട്ടമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് നടന്നു കയറാം രാജ്കമൽ സർക്കസിൻ്റെ അകത്തളങ്ങൾ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്കമൽ സർക്കസിലെ ആഫ്രിക്കയിൽ നിന്നുള്ള കലാകാരന്മാരുടെ അടുത്താണ്. കലാകാരന്മാരും കലാകാരികളുണ്ട്. ഇവർ രണ്ടായിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ നമ്മളിവിടെ വിളിച്ചിട്ട് അവരും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ, അവർ എത്ര നാളായി ഈ സർക്കസിൽ വന്നിട്ട് അവർക്ക് സർക്കസ് അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഉള്ള മലയാളത്തിൽ നിങ്ങൾ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവർ നല്ല കുക്കിംഗ് ആണ്. അവരുടെ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണം പോലെയാണ് നമ്മൾ കണ്ടാൽ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക്, എന്താ പറയുക, ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ചിക്കനും ഉണ്ട്. ഇതൊക്കെ കൂടെ എന്താണ് എൻ്റെ പ്രിപ്പറേഷൻ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും കുക്കർ. ഹായ്, യുവർ നെയിം? Rigo. And you are? Timba. Yeah, Timba. You are from? Tanzania, Africa. Tanzania. Yeah. You are also from Tanzania? Yeah, Tanzania. Come on. All together, Tanzania. Please come. Your name? Nema. Nema. Yes. Come on. You are? Joyce. Joyce. Yes. And you know dance very well? Yes. Yes. And dance and acrobatic items you are doing? Dance and another. Another. Yes. The same. Same. Acrobatic items. Gymnastic, ring jumping, Okay. and dance. Very good. Yeah, very And good. Yeah, right. Also your to item? gymnastic and something among the tools using cycle, just a chair, lots of things in circus. ഓക്കെ, എല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ജിംനാസ്റ്റിക്സ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, കൂടാതെ സർക്കസിലെ എല്ലാത്തരം ഐറ്റത്തിലും ഒരു പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. യു കം മാൻ, പ്ലീസ് കം. വാട്ട് എ വെരി ഗുഡ് ബോഡി. Okay. And what are you doing in circus? Okay, just exercise in the circus, ring jumping and gymnastic. Jumping, gymnastics, and dance. You dance? Yeah, dance. Okay. Okay. Everything doing. You are also from Tanzania? Yeah, I come from Tanzania. And you all people are from But Tanzania, Zanzibar. Six? Tanzanians, 6 members. No. 7 people. 7. And where is the other people? Hajatoka Zanzibar. There too. You come back. Hajatoka Zanzibar. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ടാൻസാനിയക്കാരാണ്. ടാൻസാനിയ Mainland and Island. Island, Zanzibar. Okay, Zanzibar, Island. It's same Tanzania, but mainland and Island. Okay. Only 5 people Island, 3 people, 4 people Island, 3 people mainland. ഇസ്ലൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഐലൻഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഐലൻഡിലാണെന്ന് 5 പേരുണ്ട്, 2 പേര് പുറത്തുനിന്നാണ്. അങ്ങനെ മൊത്തം 7 പേരാണുള്ളത്. How many years? Please come. Okay, I come from Tanzania, Zanzibar.
Zanzibar. Yeah, You are in the island? Yeah, island. Island. Okay. How many years you got experience in circus? 17. This circus? This circus, you started. Oh, 10 10 years, yes. 10 വർഷമായിട്ടാണ്. How many? How old are you? Oh, 18, 17. 17. My You're word. 17? Yeah. അല്ല, ഈ 17 വയസ്സുള്ള ഒരു കുട്ടി ചെറുപ്പക്കാരാണ്. ഇവന് 10 വർഷമായിട്ട് സർക്കസിലാണ് നടക്കുന്നത്. അപ്പം all items you are doing. In circus? Yeah. All is me doing. Yeah, gymnastic, handstand, ring jumping, Okay. and Diablo. Okay. Yeah, rip skipping. Okay. Yeah, all. You are a champion here. No champion, it's more What champion. about you? This one champion is really, really Please good. come Yeah. champion. You are a very good cook. Huh? No, just trying. Just I'm not very good cooker. Just for What is the name of the food? our you are food, preparing? rice and chicken masala mixing. Mixing rice and chicken mixing together. Yeah. And- No, rice alone. Plain rice. Chicken masala you are preparing Yeah, with aloo nice potato. Yeah. Mixing, all mixing, cooking, finish eating. Oh, okay. Every time you are eating chicken. No, just changing. Changing. Tomorrow just fish. Every day changing. Okay. And how is Kerala fish and all? It's like African. Yeah, little same. That is little same. Yeah. And you are cooking your food or Kerala food you like? Yeah, I like, but I like too much African cooking because since I was born, I see African food. You experienced rice and sambar. Sambar. Kerala food. Yeah, Kerala food is good, but too much chili. Everything chili, but Chili. African no chili. ഓ നോ ചില്ലി. ഇവര് തീരെ മുളകില്ലാതാണ് അവർക്ക് ഇഷ്ടമാണ് സാമ്പാറൊക്കെ, പക്ഷെ കൂടുതൽ മുളക് നമ്മൾ ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് യു ആർ ഫ്രം ടാൻസാനിയ? Yes. ആൻഡ് ഹൗ മെനി ഇയേഴ്സ് യു ഗോട്ട് എക്സ്പീരിയൻസ് ഇൻ സർക്കസ്? 10 years. 10 years. And you got all 10 items months. here? 10 months. 10 months? Yes. You have just started circus in Rajkamal, not in Rajkamal, all together. Yes. 10 years? 10 months. 10 months. Yes. And what item you are doing? Dance? Dancing, Jumping? Diablo, And, okay. and foot juggling, All right. scarf. Oh, so many items. Yes. How is Kerala? Huh? Kerala. Yes. Kerala people and Kerala climate. Yes. Good. Yes, good. Good. Okay. I will come there and shoot your performances and I will give it to our audience. Okay. 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 If you will bring for us videos, it will be good. I will thank you. We Okay. will come and give you. Okay. We Full will. video. Okay. Okay. full I wait video. for you. All right, thank you. Okay. For Nice to meet you. very nice to meet you. Okay. Thank you. Bye. Nice to meet you. ഏറ്റവും ഉദ്യോഗം നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ ഏറ്റവും ഉയരത്തിലുള്ള ഊഞ്ഞാലുകളിൽ കൈവിട്ടും ഒരു കയ്യിലും കാലിലും ആടുന്ന ട്രിപ്പീസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതാണ് ഇന്ന് രാജ്കമൽ സർക്കസിലെ ആദ്യത്തെ ഐറ്റമായിട്ട് ഇവിടെ പെർഫോം ചെയ്തത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളെ കുറിച്ച് കാണാം. Mr. Raj, across, very crossing. Front catch. Nice warning.
നമ്മൾ കണ്ട ഈ അത്ഭുത പ്രകടനം അല്ലെങ്കിൽ ട്രിപ്പീസിന്റെ മായാജാലം സ്വന്തം ജീവൻ ഉയരങ്ങളിൽ വെച്ച് അങ്ങോട്ട് ചാഞ്ചാടിക്കൊണ്ടിരുന്ന ആളുകളാണ്. क्या नाम है आपका? अजीत। अजीत कहाँ से हो? क्या घर नेपाल। नेपाल है। नेपाल हिंदी नहीं आता है? नहीं आता है। क्या नाम है? विजय ഫ്രം നേപ്പാൾ. नेपाल। എല്ലാവരും കൂടുതൽ നേപ്പാളുകാരാണ്. ബിജുപാൽ राज नेपाल। Krishna, Nepal. കൃഷ്ണ. ഓക്കെ. मुजीब खान ഫ്രം बिहार। കേരളത്തിന്റെ ലുക്ക് ഉണ്ട്. नेपाल। क्या नाम है? राम। शकील खान फ्रॉम यूपी। Yeah. कैसा है केरला? अच्छा है, बहुत अच्छा है। हाँ सर्कस राजकमल कैसा है? अच्छा है राजकमल सर। लाइक राजकमल सर्कस बहुत अच्छा। started in राजकमल सर्कस. Your circus started in राजकमल सर्कस और अदर सर्कस में है? नहीं, ये राजकमल सर्कस। राजकमल सर्कस अच्छा है. अच्छा। ओके सर. थैंक यू। ഓരോ പട്ടും ഒരു പ്രാർത്ഥനയാണ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സഹാന മന്ത്ലി ക്ലാസിക്സ്. പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു കല്യാൺ സിൽക്സ്. ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. കാത്തിരുന്നെത്തുന്ന നിമിഷങ്ങൾ സ്വർണം പോലെയല്ലേ? ജോസ് ആലുക്കാസ് ഇനി കോട്ടയെത്തും. ഇത് പൊന്നിൽ തീർത്ത ബന്ധം. സർക്കസ് കൂടാരത്തിൽ എത്തുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളെ വിളിച്ചു പോകുന്ന അവിടുത്തെ സംഗീതവുമായി ഇരിക്കുന്ന ആളുകളാണ്. അങ്ങനെ രണ്ടുപേരാണ്. എന്താണ് വാട്ട് ഈസ് യുവർ നെയിം? യു ആർ ഫ്രം? അരവിന്ദ് कहाँ से हो? पटना बिहार. हाउ मेनी कितना वर्ष है इन सर्कस? राजकमल में 3 years. हाँ. पहले मैं जिमनी में काम किया, न्यू ग्रैंड में काम किया. ओके. जिमनी में 6 साल काम किया मैंने. ओके. न्यू ग्रैंड में 5 साल काम किया मैंने. ओके. और एम्पायर सर्कस में काम. कितना वर्ष हुआ सर्कस में? टोटल 12 वर्ष हो गए हैं. 12 वर्ष हुआ. और ड्रम अप्लाई करता है और आइटम करता है? आइटम नहीं करते हम, सिर्फ ड्रम्स और पैड बजाते हम. ओके. और हम लोग अभी यहाँ पे 3 आदमी हैं. ओके. നമ്മളെ ഒരു ത്രസിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അല്ലേ ഇവര് കാഴ്ചവെച്ചത്? क्या नाम है? मेरा नाम जगत फ्रॉम नेपाल। ये तुम किया? हाँ, बैलेंस करता हूँ। प्रैक्टिस किया? हाँ, प्रैक्टिस किया। कितना साल हुआ? मेरा सर्कस लाइन में 35 साल हो गया। 35 साल हुआ. और नाउ यू आर नॉट डूइंग आइटम? और भी आइटम है मेरा. आइटम है. क्या नाम है मैडम? ममता फ्रॉम झारखंड. अच्छा है राजकमल सर्कस. यू हैव डन अ वेरी गुड जॉब. एक्सीलेंट. यू आर क्या नाम है आपका? मधु. यू डन एक्सीलेंट. हाउ मेनी इयर्स इन सर्कस? कितना साल हुआ सर्कस? 5 साल हो गया.
And you are doing only this item only? This item only? You like it? Trapeze में भी. Done, well done. कैसा है केरला कैसा है? अच्छा है. अच्छा है. Okay. Bye. ഭയങ്കര കോൺസെൻട്രേഷൻ സർക്കസിലെ എല്ലാ ഐറ്റവും ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ ഇതൊരു ഹൈലി കോൺസെൻട്രേഷന്റെ ഭയങ്കരമായ ആവശ്യമുള്ള കാര്യമാണ് ഭാഷ അവതരിപ്പിച്ചത്. ഇത്രയും നാൾ ഞങ്ങൾ പരിചയപ്പെട്ടവർ എല്ലാവരും തന്നെ ഹിന്ദിക്കാരായിരുന്നു. മലയാളിയാണെന്ന് തോന്നുന്നു അല്ലേ? മലയാളി. എന്താണ് പേരെന്താണ്? എന്റെ പേര് രാജൻ. രാജനും തലശ്ശേരിക്കാരാണ്. തലശ്ശേരിയാണ് സർക്കസിന്റെ. അപ്പൊ എത്ര വർഷമായി ഈ ഇതിലേക്ക് എത്തിയിട്ട്? സർക്കസ് ചെറുതിലെ സർക്കസ് തുടങ്ങിയാണ്. എത്ര വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്? ഒരു 10 വയസ്സ്. 10 വയസ്സ്. 30 വർഷത്തെ എക്സ്പീരിയൻസ്. വളരെ. അപ്പൊ എല്ലാം ഈ ഐറ്റം ആണ് കൂടുതൽ ചെയ്യുന്നത്? ഇല്ല, മുകളിൽ ഊഞ്ഞാലാട്ടം ഉണ്ട്. ആദ്യം ട്രിപ്പീസിലുണ്ടായിരുന്നു? ട്രിപ്പീസിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് സർക്കസ് ജീവിതം? ഇങ്ങനെ പോകുന്നു. കുട്ടികളൊക്കെ എല്ലാ നാട്ടിലാണ്. ഇവിടെ ആരും സർക്കസിലേക്ക് വിടില്ല? ഇല്ല. ഭാര്യ സർക്കസ് ആയിരുന്നു. കല്യാണം കഴിച്ച് ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ ഇത് രാജ്കമലിലാണോ കൂടുതൽ സമയം? രാജ്കമലിലാണ്. അതായത് വളരെ നന്നായി. ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാലും നാട്ടുകാർക്ക് നിങ്ങളെ പരിചയപ്പെടണമെന്ന ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ്. താങ്ക് യു. मैं यूपी गोरखपुर. यूपी. कितना साल हुआ सर्कस में? सर्कस में 17-18 साल हो गए मुझे. अच्छा है. जोकर अच्छा है. जो करता है? जोक करता हूँ, जिम्नास्टिक करता हूँ, साइकिलिंग करता हूँ. फैमिली में और सर्कस में ओनली? हाँ, ओनली सर्कस में भी है. अदर लाइफ में भी है, ऐसी बात नहीं है. थोड़ा बहुत तो करते हैं. कितना साल हुआ सर्कस में? सर्कस में 17-18 साल हो गए. ओके. कितना एज हुआ आपको? 31. मैरिड? नो मैरिड. नो मैरिड. क्या क्यों? बाद में भी टाइम है ना शादी करने का. अच्छा है. ओके. അങ്ങനെ അതിഗംഭീരമായിട്ട് ഫയർ ഡാൻസും നമ്മളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഡാൻസ് കളിച്ച 3 സുന്ദരികളാണ്. കാംസെഹോ. कहाँ से? हिंदी आता है? हिंदी आता है. कामसेहो. कहाँ से? नेपाल. कितना साल हुआ सर्कस में? सर्कस में 16 साल हो गया. 16 साल. डांस करता है और आइटम करता है? हाँ, डांस आइटम, रिंग डांस का शो, साइकिल का शो. क्या नाम है आपका? अंबिका. संगीता. फ्रॉम नेपाल. यस. अच्छा है. अच्छा है. आइटम लगा है. क्या आइटम लगा है? सब आइटम. रूपा का सब. रूपा फ्रॉम झारखंड. हिंदी आता है? हिंदी आता है. तुम्हारा गाँव से है. और कैसे है सर्कस? सर्कस बहुत अच्छा है. राजकमल में स्टार्ट किया? हाँ, राजकमल स्टार्ट किया. 10 साल. कितना आइटम करता है? डांस और डांस, राइडिंग, स्काई वॉक, साइकिल. केरला कैसे है? बहुत अच्छा है. അപ്പൊ ഇവരെ ഇങ്ങനെ ജീവിതം സർക്കസിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഒരു ഐറ്റം മാത്രമല്ല, ഒട്ടേറെ ഐറ്റമാണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഫയർ ഡാൻസ്, അങ്ങനെ ഒട്ടേറെ ഐറ്റങ്ങൾ ജീവിതം നമ്മളീ കാണുന്ന സാധാരണ പെർഫോമിംഗ് അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. എപ്പോഴും ഒരു ലൈവായിരിക്കണം. ടെക്നിക്കൽ സൈഡുകളൊന്നും അവർക്ക് വഴങ്ങുന്നെല്ലാം അവർ അപ്പോഴപ്പോഴുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും കാണാം സർക്കസിന്റെ ദൃശ്യങ്ങളിലേക്ക്.
ഒരു മാസ്മരിക ഐറ്റമായിരുന്നു. ഇവിടുത്തെ സർക്കസിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വെള്ളം കുടിയനാണ് അല്ലേ? വെള്ളം അടിക്കുമോ? വെള്ളം അടിക്കുമോ? സ്നോ അടിക്കുമോ? ओडिशा ഒറീസ. ഓ കിतना साल हुआ സർക്കസ് में? ഓ ഒരു 2 വർഷമായി. 2 വർഷമായി. അതിനു മുമ്പ് എന്തായിരുന്നു? ഗ്രേറ്റ് ബോംബെ സർക്കസ്. ഗ്രേറ്റ് ബോംബെ സർക്കസ് ഗ്രേറ്റ് ബോംബെയിലാണ്. രാജ്കമൽ വന്നിട്ട് 2 വർഷമായി. രാജ്കമൽ 2 വർഷം. കൊള്ളാമോ രാജ്കമൽ? കുഴപ്പമില്ല, നല്ല ഇருக்கு. ഇതൊരു ഐറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇതേ ഐറ്റം. ഇത് പിന്നെ മീൻ മുസു മീനില്ല, ഈരോട് മീൻ ജിന്ദ മച്ചിക്കാതെ ജിന്ദ മച്ചി നിക്കൽത്ത. അത് വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. 4 മണിക്ക് ഷോപ്പ്. 4 മണി 7 മണിക്ക്. താങ്ക് യു. ഓരോ പട്ടും ഒരു പ്രാർത്ഥനയാണ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സഹാന മന്ത്ലി ക്ലാസിക്സ്. പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു കല്യാൺ സിൽക്സ്. ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം.
കാത്തിരുന്നെത്തുന്ന നിമിഷങ്ങൾ സ്വർണം പോലെയല്ലേ? ജോസ് ആലുക്കാസ് ഇനി കോട്ടയത്തും. ഇത് പൊന്നിൽ തീർത്ത ബന്ധം. നമ്മൾ സർക്കസുകാരെ കണ്ടു, അല്ലെ സർക്കസ് കണ്ടു, ഒട്ടേറെ പെർഫോമൻസുകൾ കണ്ടു. ആഫ്രിക്കൻ കലാകാരന്മാരും നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കായിക അഭ്യാസികൾ പങ്കെടുത്ത പരിപാടികൾ കണ്ടു. അപ്പോൾ ഇതിനകത്ത് രാജ്കമൽ സർക്കസിൻ്റെ ഏറ്റവും സീനിയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രെയിനർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീനിയറിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീനിയറിൻ്റെ സർക്കസ് അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എത്ര വർഷമായി ഈ ഫീൽഡ്? സർക്കസിൽ ഇപ്പം 40 വർഷമായി. 40 വർഷമായി. ആദ്യം നമ്മൾ സ്വന്തം സർക്കസ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ, അതിലാണ് തലശ്ശേരി. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം പോയി, നശിച്ചു പോയി. ഞാൻ ടോട്ടൽ ഒരു 5-6 ഐറ്റം ചെയ്യാറുണ്ട്. ട്രപ്പീസ് ഐറ്റം, പിന്നെ ഒറിജിനൽ ബാറ്, സ്പ്രിംഗ് നെറ്റ്, പിന്നെ റിമാഷ് ഐറ്റം. ഞാൻ റിമാഷ് നരീനെല്ലാം കളിപ്പിക്കലുണ്ട്. അത് ചെയ്യായിരുന്നു. പിന്നെ അരി ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ ഇൻസ്ട്രക്ടർ, പിന്നെ ജിംനാസ്റ്റിക്കും എല്ലാം ഞാനാണ് പഠിപ്പിക്കുന്നത്. എത്ര സമയത്ത് ഈ സിംഹം അല്ലെ പുലി അങ്ങനെ ആ സമയത്ത് അവർ എന്തെങ്കിലും അപകടങ്ങളും എല്ലാം അപകടം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇടഞ്ഞിട്ട് തന്നെ എൻ്റെ ഒപ്പം തന്നെ വേറെ ഒരു കുട്ടീനെ കൊന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ എല്ലാം രക്ഷപ്പെട്ട്, എല്ലാം ഈശ്വരത്തിൽ അങ്ങനെ രക്ഷപ്പെട്ട് വന്നു മാത്രം. സർക്കസിലെ ഓരോ പെർഫോമൻസിന് ഇറങ്ങുമ്പോഴും നമ്മൾ ഓരോ ടെൻഷൻ തന്നെയാണ് ഇറങ്ങുന്നത്. ടെൻഷൻ തന്നെ. ഒരു 10 ദൈവത്തിനെ വിളിക്കണം. 10 ദൈവത്തിനെ വിളിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ബാക്ക് ഗേറ്റിൽ നിന്ന് പോവാം. ദൈവത്തിനെ വിളിക്കാനൊക്കെ പറ്റില്ല. എന്താ വെച്ചാൽ ഓരോ പണ്ടുള്ള പറഞ്ഞ മൃഗവും പിന്നെ വലിയ ഡേഞ്ചറസ് ഐറ്റം ജാസ്തിയായിരുന്നു. ഇപ്പം കൂടുതൽ ട്രപ്പിസ്റ്റ് ആയിട്ട് വലിയ ഡേഞ്ചറാണ്. പിന്നെ ഡേഞ്ചറായിരുന്നു. പിന്നെ തുണീൻ്റെ മുകളിൽ സാരീൻ്റെ മുകളിലുള്ള ഐറ്റം അല്ലാതെ വലിയ ഡേഞ്ചറാണ്. അപ്പോൾ പിന്നെ നേപ്പാളികളും ആഫ്രിക്കൻസും ഒക്കെ ഉണ്ട്. അവർക്ക് അവർ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണോ അതോ അവരൊക്കെ നമ്മുടെ ടൈപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണോ? ഇല്ല, ഇതെല്ലാം നമ്മൾ എല്ലാം തലശ്ശേരിൻ്റെ ബുദ്ധി തന്നെയാണ്. എല്ലാം തലശ്ശേരി ബുദ്ധിയാണ്. പിന്നെ കുറച്ചെല്ലാം നമ്മൾ റഷ്യൻ ആർട്ടിസ്റ്റിനെ കുറച്ചെല്ലാം നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് വ്യത്യാസങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ റഷ്യാണ് ഏറ്റവും നല്ല സർക്കസിൻ്റെ അകത്ത് ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും നല്ല കളിയും ഓരോ പുതിയ പുതിയ ഐറ്റം ഓരോ റഷ്യക്കാരനെ ഉള്ളു. നേരത്തെ റഷ്യൻ ആയ ആൾക്കാരില്ലായിരുന്നു. രാജ്കമലിൽ ഉണ്ടായിട്ടില്ല. രാജ്കമലിൽ ഇപ്പോൾ അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കനാണ് കൂടുതൽ. ശരിക്കും നമ്മളെ ഇവരുമായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ മാത്രം വേറെ സെപ്പറേറ്റ് സെക്ഷനാണ് അല്ലേ? അവർ ആഹാരം തന്നെ അവർ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കലാന്ന്. അവരുടെ ഭക്ഷണം വേറെ ഒന്നും മസാലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബോയിലായിട്ട് അങ്ങനെ അടിക്കല അവർ. നമുക്കെല്ലാം മസാല. സർക്കസിന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് മറക്കാനാവാത്തൊരു സംഭവം എന്താണ് പറയാനുള്ളത്? മറക്കാനാകാത്ത കുറേ ഉണ്ട്. മറക്കാനാകത്ത് പറഞ്ഞാൽ ഇപ്പം മൃഗങ്ങളെ കൂടെ നമ്മൾ അന്ന് 10-20 മൃഗങ്ങളുടെ കൂടെ നമ്മൾ കളിച്ചതാണ്. അപ്പോൾ അതെല്ലാം എന്ന് പറഞ്ഞാൽ 10 മൃഗം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 മൃഗങ്ങൾ ആലോചിക്കും നമുക്ക് പേടിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ സർക്കസിലുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഷാറുഖ് ഖാനായിട്ട് ഷാറുഖ് 2 ജിംനാസ്റ്റിക് ഐറ്റം ഞാനാണ് പഠിപ്പിച്ചത്. സർക്കസ് സീരിയൽ ഷാറുഖ് ഖാൻ ആയിരുന്നു. ഷാറുഖ് ഖാൻ അതിൻ്റെ അന്ന് ഷാറുഖ് ഖാൻ സർക്കസ് പിക്ചറിൽ വന്നിട്ടില്ല. അന്ന് ഒരു 4G ഒരു സീരിയൽ എടുത്തിരുന്നു. അതിന് സർക്കസിലാണ് വന്നത്. അപ്പോൾ അതിനുശേഷം കുറേ ജിംനാസ്റ്റിക് ഐറ്റമെല്ലാം ഞാൻ ഫിസിക്കലായിട്ട് കുറേ ഐറ്റമെല്ലാം പഠിക്കും. ഷാറുഖ് ഖാൻ അത് തിരിച്ചറിയും കാണുമ്പോൾ സർക്കസ് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. എത്ര ഷോർട്ട് ഉണ്ടെങ്കിലും അത് നിർത്തിയിട്ട് വരും സർക്കസുകാരൻ. അപ്പം അങ്ങനെയാണ് സാർ. ഇപ്പൊ ശരിക്കും ട്രെയിനിങ് മാത്രമേ ഉള്ളൂ, പെർഫോം ചെയ്തില്ല? ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഒരു ട്രെയിനിങ് ഇപ്പോൾ സമയം കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ പല നേപ്പാളീസും പിന്നെ കുറേ ഇന്ത്യൻ ഡാർജിലിംഗിലെ കുട്ടികളും അങ്ങനെ കുറേ ആൾക്കാരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും നമ്മൾ. ഭാര്യയും കുട്ടികളൊക്കെ? ഭാര്യയും കുട്ടികളും നാട്ടിലാണ്. കുട്ടികളെല്ലാം പഠിക്കുന്നതാണ്. ഒരു കുട്ടീനെ കല്യാണം കഴിഞ്ഞ്. ഇവർ സർക്കസിൽ നിന്ന് തന്നെ കണ്ടെത്തിയ ആളാണ്? അല്ല, നാട്ടുകാരത്തെ. തലശ്ശേരിയിൽ സർക്കസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഭാഗമാണ് കംപ്ലീറ്റ്. സർക്കസിൽ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടാവില്ല സർക്കസിന്റെ രക്തമില്ലാത്ത. സർക്കസ് തന്നെയാണ് തലശ്ശേരി. പണ്ട് ഒരു ബിസിനസ്സോ അല്ലെ ദുബായോ ഒന്നുമില്ല, സർക്കസ് തന്നെയല്ലേ. അവിടെ ബിസിനസ്, ഏറ്റവും വലിയ ബിസിനസ് അന്ന് സർക്കസ് ആയിരുന്നു തലശ്ശേരിൻ്റെ. ഇന്നാണ് മാറി ഇപ്പം പിന്നെ തലശ്ശേരി ഇപ്പം വളരെ ബാക്കോട്ടായി. ഇപ്പം എല്ലാം പുറത്ത് നേപ്പാളി, ബംഗാളി. കേരളത്തിൽ എല്ലാത്തരം ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അതിനോടൊപ്പം ഇത് ജാസ്തിയായിട്ട്
ഇത് ജാസ്തിയായിട്ട് ഇപ്പം സർക്കസിലൊന്നും പെട്ടെന്ന് ആരും വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും സർക്കസ് ജീവിതത്തിൽ ഇതുവരെ എത്തിയത് ഭാഗ്യം. ഇതുവരെ ജീവിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ സർക്കസ് അത്ര കൊല്ലമായി, ഇപ്പം 40 കൊല്ലം തന്നെ വലിയ അന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലൈറ്റ് ലാ സമയം ഉണ്ടായിരുന്നു. പെട്രോൾ മാക്സ് വെച്ചിട്ട് സർക്കസ് കളിക്കൽ. ഇത്രയും ടെക്നോളജി വളർന്നുകൊണ്ട് ഇപ്പം കൂടുതൽ എളുപ്പമായി. പഠിപ്പിക്കാനും എളുപ്പമാണ്, പലരും പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവരെല്ലാം സ്മാർട്ടാണ്. ഇപ്പം നമ്മൾ ഈ നേപ്പാളീസ് ഇവരെല്ലാം നല്ലതായിട്ട് നല്ലൊരു നമ്മളോട് ഒരിക്കലും വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുള്ള ജോലിയല്ലേ ശരിക്കും. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറിയുള്ള ആ ഒരു സമയം മാത്രമല്ലേ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ. അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും പണ്ടത്തെ പോലെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തലശ്ശേരിയെത്താൻ എത്രയോ ദൂരമാണ്. ഇന്നതല്ല. ബോംബെയിൽ നിന്ന് ഇപ്പോൾ തലശ്ശേരിയെത്താൻ ഇന്ന് വല്ല മാറി. ഇപ്പം പെട്ടെന്ന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വിഷമമുണ്ട്. ഇപ്പോൾ സർക്കസിനെ ഇങ്ങനെ രക്തത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യനാണ്. അതിനോട് തന്നെയാണ് കുട്ടികളെ ആരെങ്കിലും സർക്കസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അന്വേഷിക്കാറുണ്ട്. അത് ചെറുപ്പത്തിൽ അന്വേഷിച്ചു സർക്കസ്. അന്നേരത്തെ അവർക്കൊന്നും ഇഷ്ടമില്ല, പഠിപ്പില്ലാന്ന് അവർക്ക് ജാസ്തി താല്പര്യം. പിന്നെ ഭാര്യത്തിലൂടെ ഏകദേശം 40 വർഷം പിന്നിടുകയും ഇപ്പോഴും സർക്കസ് തന്നെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ശ്രീനിയേട്ടനെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. രാജ്കമൽ സർക്കസിനും നല്ല ഒരു ആശംസകൾ നേരുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള അവസരം തന്നതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. രാജ്കമൽ സർക്കസിന്റെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടു. പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യാതെ എത്ര ആളുകൾ ബുദ്ധിമുട്ടുമ്പോഴാണ് ഒരു സർക്കസ് കൂടാരം ഉയരുന്നത്. ആ സർക്കസ് കൂടാരം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതെന്ന് അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. കാരണം അത്രയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു സർക്കസ് കൂടാരം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ മേയിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ കണ്ടു ആനകൾ, കുതിരകൾ അല്ലെങ്കിൽ തത്തകൾ, അങ്ങനെ തുടങ്ങുന്ന മൃഗങ്ങൾ കൂടാതെ ഓരോരുത്തരുടെയും കൃത്യമായ ട്രെയിനിങ്ങും കൃത്യമായ കോൺസെൻട്രേഷനും ഓരോരുത്തർക്കും ഉണ്ടായാൽ മാത്രമേ സർക്കസ് പരിപാടികൾ വിജയിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ മാനേജ് ചെയ്ത് പോകുന്ന ഒരു ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ ഒക്കുള്ളൂ. ഏകദേശം 350ഓളം ആളുകളാണ് ഇതിനു വേണ്ടി പെയിൻ എടുക്കുന്നത്. ഇതുപോലൊരു സർക്കസ് ഒരു നഗരത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി
ഞങ്ങളുടെ ട്രൂപ്പിൽ പെർമനന്റ് ആയിട്ട് 350ഓളം ആൾക്കാർ, അത് ചിലപ്പോൾ 348 ആകാം, 352 ആകാം, ഏകദേശം 350-ന് അടുത്തുള്ള ആളുകളാണ് ഞങ്ങളുള്ളത്. മാനേജ്മെന്റിൽ തന്നെ ഞങ്ങൾ 10-15 പേരുണ്ട്. പിന്നെ ലേബർ സെക്ഷനുണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്, സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാം കൂടി 350 പേരാണ് ഇതുപോലൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യം. ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ സാഹസം എന്ന് പറയുന്നത് ഓരോ നഗരത്തിലും ഒരു സ്ഥിരം ഫാക്ടറി പോലെ അല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു നഗരത്തിൽ 1 മാസം അല്ലെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ 1.5 മാസം പ്രദർശനം കാഴ്ചവെച്ചിട്ട് ഞങ്ങൾ ഇതെല്ലാം പൊളിച്ച് ലോറിയിൽ കയറ്റി 10-45 ലോറിയിൽ ഈ സാധനങ്ങൾ കയറ്റി അടുത്ത നഗരത്തിലെത്തി അവിടെ ഫിറ്റ് ചെയ്ത് ഷോ ആരംഭിക്കുന്നത് ഞങ്ങൾ കേവലം 3 ദിവസത്തെ ഗ്യാപ്പിലാണ്. 6-ാം തീയതി ഇവിടെ ലാസ്റ്റാണ് സർക്കസ്. ഇവിടെ 6-ാം തീയതി ലാസ്റ്റ് ആയാലും അടുത്ത പ്രദർശനം ഞങ്ങൾക്ക് ഈ കായംകുളത്ത് 10-ാം തീയതി ആരംഭിക്കും. കേവലം 3 ദിവസത്തെ വ്യത്യാസത്തിൽ. അതിനുവേണ്ടി അധ്വാനിക്കുന്ന 350ഓളം ആൾക്കാർ ഈ ഇപ്പൊ നിങ്ങൾ കണ്ട കലാകാരന്മാരുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. പിന്നെ ഞാനും ഈ സർക്കസിന്റെ ഒരു മാനേജറാണ്. എന്റെ പേര് ബഷീർ. അടുത്തതായിട്ട് മിസ്റ്റർ ജയചന്ദ്രൻ മാനേജർ നിങ്ങളോട് സംസാരിക്കും. സർക്കസിന്റെ അനുഭവം എന്താണ്? സർക്കസിലേക്ക് സാറ് വരുന്നത്? സർക്കസിന്റെ അനുഭവം എന്താ വെച്ചാൽ ഇന്ന് പ്രധാനമായിട്ടും ഗ്രൗണ്ട്, ഈ സ്ഥലത്ത് പോയാലും ഗ്രൗണ്ട് കിട്ടാൻ വളരെ വിഷമം. പിന്നെ ലേബർ പ്രോബ്ലം. ഇന്ന് എല്ലാ ലേബർ സ്വാതന്ത്ര്യമല്ല, എല്ലാ ലേബർ ഇപ്പോൾ ലേബർ പ്രോബ്ലം സർക്കസിന് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ വേറൊന്ന് വൈൽഡ് മൃഗങ്ങളെല്ലാം കംപ്ലീറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആനയും കുതിരയും മാത്രമേ ഉള്ളൂ, കൊച്ചുകുട്ടി പാടില്ല. അങ്ങനെ പല നിയമങ്ങളും സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സർക്കസിന് കഴിഞ്ഞ ഗവൺമെന്റ് ഒരു അക്കാദമി തലശ്ശേരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർക്കസിൽ നിലനിർത്താൻ വേണ്ടി. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ അല്ല സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ യാതൊരു വേറെ വക ഫെസിലിറ്റീസും ഇല്ല. ഒരു റെയിൽ കൺസ്ട്രക്ഷൻ കിട്ടുന്നത് ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ധരിപ്പിക്കും. കാരണം നമ്മളിപ്പം ഈ അക്കാദമി തലശ്ശേരി സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പൽസറി ആയിട്ട് ഒരു വീട്ടിൽ നിന്നൊരു കുട്ടീനെ പഠിപ്പിക്കണം. അതാണ് അതിൻ്റെ കഥ. ഇപ്പോൾ ആരും സർക്കസിലേക്ക് ആരും വരുന്നേ ഇല്ല. ഇതെല്ലാം കമ്പ്യൂട്ടറും കാര്യങ്ങളും പഠിച്ച് വളരെ ഇതിലും പോകാന്നല്ലാണ്ട് വേറെ ആരും സർക്കസിന് തിരിഞ്ഞു നോക്കുന്നില്ല. അതൊരു വലിയ പ്രോബ്ലം ആയിട്ടുണ്ട്. ആഫ്രിക്കൻ കലാകാരുടെ വരവ് അതൊരു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൃഗങ്ങളില്ലാതെ കൊണ്ട് ആഫ്രിക്കൻസിനെയും റഷ്യൻസിനെയും ചൈനക്കാരെയും കൊണ്ടുപോയിട്ട് ഇങ്ങനെ നേതൃത്വം നോക്കുന്നു മാത്രം. കാരണം ഇന്ന് ഈ ഇതൊരു മീഡിയ 24 hours മീഡിയ ഇവർക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അവരവർ പ്രിപ്പയർ ചെയ്യണോ? അല്ല, ഇവിടെ 3-4 മെസ് ഉണ്ട്. ആ മെസ്സ് കാറ്റഗറി ബേസിലാണ്. പിന്നെ ആർട്ടിസ്റ്റ്, ലേബർ, ഒഫീഷ്യൽസ്, അങ്ങനെ എല്ലാ വിധത്തിലുണ്ട്. പിന്നെ ആഫ്രിക്കർ അവരെ തനിയെ അവരെ മെസ്സിൽ ഇത് ചെയ്യുന്നതാണ്. ഇത് ഇന്നത്തെ കാലം സർക്കസ് നടത്തിക്കൊണ്ടെന്ന് വെച്ചാൽ വളരെ വിഷമമുള്ള. ഞാനൊരു 40 കൊല്ലം മുമ്പേ ഞാനും പഠിച്ച ക്വാളിഫിക്കേഷനിൽ എടുത്തിട്ട് ഡിഗ്രിയിൽ എടുത്തിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇതിൽ വന്നായിരുന്നു. അത് അങ്ങനെ ഇതിലങ്ങനെ പെട്ടു മാത്രം. ഞാൻ ഇവിടെ പെർഫോം ചെയ്തിട്ടില്ല. ഇല്ല, മാനേജ്മെന്റ് മാത്രമേ. സർക്കസിന്റെ ഇപ്പോഴത്തെ ഇവിടെ പ്രദർശനങ്ങൾ ഓരോ സ്ഥലത്തും ആളുകൾ വളരെ നമ്മൾ കൂടുതൽ ഐറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ട്. ഞങ്ങൾ ഈ സർക്കസ് തുടങ്ങിയിട്ട് 1974 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിന്റെ ഒറിജിനൽ മുതലാളി ഗോപാൽ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഇപ്പൊ അയാളെ മകൻ രാജ്കുമാറാണ് നടത്തുന്നത്. ഭംഗിയല്ല, യാതൊരു ഫെസിലിറ്റീസ്. ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസും സർക്കസിലുണ്ട്. മുമ്പത്തെമാരിയല്ല, ഹൈ സാലറിയാണ്, PF ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കങ്ങതയും എല്ലാവരും അവർക്ക് 6 month 1 year ലീവ് കൊടുക്കുന്നുണ്ട്. ഒരു തിരിച്ചു വരും. പിന്നെ വരേണ്ടതായ എല്ലാ ട്രെയിൻ ഫെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത്രയും. അപ്പോൾ തീർച്ചയായിട്ടും രാജ്കമലിന്റെ ഈ സർക്കസുകൾ ഇനിയിപ്പോൾ അതിലെ കേരളത്തിൽ മുഴുവൻ, കേരളത്തിന് ശേഷം നോർത്ത് ഇന്ത്യ ടൂറുകളൊക്കെ പോകാറുണ്ടല്ലോ? അല്ല, ത്രൂ ഔട്ട് ഇന്ത്യ മുഴുവനാണ് പ്രദർശനം നടത്തുന്നത്. ഇത്രയധികം കഷ്ടപ്പെടുന്ന, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സർക്കസ് എന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ. വേറെ കാര്യം, 200 ഫാമിലി ഈ സർക്കസ് കൊണ്ട് ജീവിക്കുന്നുണ്ട്. വലിയ കാര്യങ്ങളാണ്. മാത്രമല്ല നമുക്ക് ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് ഓരോ പെർഫോമൻസ് കാണാൻ പറ്റുന്നു. നാടകം അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ടെക്നിക്കൽ ഭാഗങ്ങളൊന്നുമില്ല, എല്ലാം പച്ചയായ മനുഷ്യരുടെ പച്ചയായ പ്രകടനങ്ങൾ. അതാണ് സർക്കസിന്റെ. അപ്പോൾ തീർച്ചയായിട്ടും സാർ ഇത്തരം ഉദ്യമത്തിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. അല്ലല്ല, ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാ. ഇല്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. ആന ഫുട്ബോൾ കിടിലായിരുന്നു. ട്രപ്പീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അവർ ആ റിസ്ക് എടുത്ത് ചാടുന്നത് വളരെയധികം രസകരമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച തന്നെ. ആഫ്രിക്കൻ ഐറ്റം കൊള്ളാം, കാരണം അവർ ആ ജിംനാസ്റ്റിക്സ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഗ്ലാഡിസ്റ്റൺ.
പിന്നെ ചെമ്പോല കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം. നന്നായിട്ടുണ്ട്. താങ്ക് യു. വളരെ ഞങ്ങളുടെ കുടുംബമായിട്ട് വന്ന് കാണും. ഇത് വളരെ നന്നായിരുന്നു. എൻജോയ്ഡ് മച്ച്. കുഴപ്പമില്ല. ഇല്ല, ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം പിള്ളേർക്ക് താല്പര്യമായിട്ട് വന്നുകൊണ്ട് അതെ ഇഷ്ടപ്പെട്ടു. അതെ കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ച് കലാകാരന്മാരെ കൂടുതൽ കാണാൻ സാധിച്ചു. ഓക്കെ താങ്ക് യു.